മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് കമ്പനി ആദ്യ ഫലങ്ങൾ പ്രതീക്ഷ നൽകുന്നതെന്ന് ഇലോൺ മസ്ക് എക്സിലൂടെ അറിയിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട്. ശതകോടീശ്വരൻ എലോൺ മസ്കിന്റെ കമ്പനിയായ ന്യൂറാലിങ്ക് മനുഷ്യന്റെ തലച്ചോറിൽ ആദ്യമായി ബ്രെയിൻ ചിപ്പ് ഘടിപ്പിച്ചു. ആദ്യ ഫലങ്ങൾ ഏറെ പ്രതീക്ഷ നൽകുന്നതാണെന്നും രോഗി സുഖം പ്രാപിച്ചു വരുന്നെന്നും മസ്ക് അറിയിച്ചു. പരീക്ഷണം വിജയിച്ചാൽ മെഡിക്കൽ രംഗത്ത് ബ്രെയിൻ ചിപ്പുകൾ വിപ്ലവം സൃഷ്ടിക്കും. തളർവാദം, അൽഷിമേഴ്സ്, പാർക്കിൻസൺ തുടങ്ങിയ ശാരീരിക പരിമിതികൾ ഉള്ളവർക്കാണ് ന്യൂറോലിങ്ക് പ്രഥമ പരിഗണന നൽകുന്നത്. നാഡീകോശങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ന്യൂറോലിങ്ക് ചിപ്പിന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് ഏറെ പ്രതീക്ഷ നൽകുന്നു. മനുഷ്യന്റെ ചിന്തകൾക്കനുസരിച്ച് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറുമൊക്കെ നിയന്ത്രിക്കുവാൻ കഴിയുന്ന ടെലിപ്പതി സംവിധാനമാണ് ന്യൂറാലിങ്കിന്റെ പ്രധാന ലക്ഷ്യം. ചിപ്പ് ഘടിപ്പിച്ച കുരങ്ങുകൾ വീഡിയോ ഗെയിം കളിക്കുന്നത്, വെർച്വൽ കീബോർഡുകൾ പ്രവർത്തിക്കുന്നതുമായ ദൃശ്യങ്ങൾ കമ്പനി നേരത്തെ പുറത്തുവിട്ടിരുന്നു. Telepathic typing. So to be clear, he's not actually using a keyboard. He's moving the cursor with his mind to the highlighted key. Now technically, you can't actually spell, and so I don't want to oversell this thing. നട്ടലിന് ക്ഷതമേറ്റത് മൂലം ശരീരത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട 22 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിലായിരിക്കും ആദ്യ പരീക്ഷണങ്ങൾക്കായി കമ്പനി ചിപ്പ് ഉപയോഗിക്കുക എന്ന് മാസങ്ങൾക്ക് മുമ്പേ ന്യൂറാലിങ്ക് അറിയിച്ചിരുന്നു. ആശയവിനിമയത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒക്കെ ഭാവിയെ മാറ്റിമറിക്കുവാൻ കഴിയുമെന്ന് ന്യൂറാലിങ്ക് വിശ്വസിക്കുന്നു. മനുഷ്യന്റെ കഴിവിന്റെ അതിരുകൾ പുനർനിർവചിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മസ്കിന്റെ ന്യൂറാലിങ്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.